ഇനി രാവിലെ തന്നെ ഇതാ പണികളൊക്കെ കഴിച്ചു. ഞാനിതാ അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ. അരീക്കോട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടി വന്നതാണ്. അപ്പം നമ്മുടെ അരീക്കോട് ഹോസ്പിറ്റലാണ് കേട്ടോ ഇത്. ഞാൻ ഇവിടെ പാർക്കിങ്ങിന് ഒരൊറ്റ തരി പോലും സ്ഥലമില്ലായിരുന്നു. കുറച്ച് മേലോട്ട് വെച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് നടന്ന് വരാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. പ്രഷറൊക്കെ നോക്കി അതിന് ശേഷം ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറിനെ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ ഇന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ഡോക്ടറെ കാണാഞ്ഞപ്പോൾ പിന്നെ അവിടെ ഉള്ളൊരു ഡോക്ടറെ തന്നെ കാണിച്ചു. അങ്ങനെ കാണിച്ചു. അപ്പോൾ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചോദിച്ച സമയത്ത് നല്ല ഡിലേ ആവും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൈറോയിഡൊക്കെ ആണെങ്കിലും അതിൻ്റെ ടെസ്റ്റിനൊക്കെ ചോദിച്ച സമയത്ത് 2 ആഴ്ച ആവും റിസൾട്ട് കിട്ടാമെന്നൊക്കെ. അപ്പം നമ്മൾ വിചാരിച്ച് പുറത്ത് പോയി എടുക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ എന്താ നമ്മൾ പുറത്തുള്ള ഒരു ലാബ് പോയി എടുത്തു. അപ്പോൾ അമ്മ രാവിലെ വന്നതല്ലേ, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ചായ വാങ്ങി കൊടുക്കാമെന്ന്. അങ്ങനെ എന്താ നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ചായയും അമ്മ പൊറോട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ചായ മാത്രം കഴിച്ചു, വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ പൊടിച്ചായയായിരുന്നു കേട്ടോ. കുറേ പൊടിയായിരുന്നു കൂടുതൽ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. നമ്മൾ ബാക്ക് ടു നമ്മൾ സാമ്പിൾസ് കൊടുത്തതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഒരു ലാബ് വന്നിട്ട്. അപ്പോൾ കുറേ തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ 8:30ക്കാണ് സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 10:30 ആവാനായിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടുമ്പം, അതായത് റിസൾട്ട് കിട്ടുമ്പോൾ. പിന്നെ 10:30 അല്ല 10:10 ആകുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു റിസൾട്ട്. അതിനുശേഷം നമ്മൾ നേരെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചതിന് ശേഷം നമ്മൾ മരുന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ അത്ര തിരക്കില്ല അരീക്കോട് ഈ ഹോസ്പിറ്റലിൽ. അപ്പം എന്താണ് ഇവിടെ ഞാനൊരു പോസിറ്റീവായിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചായയും ബിസ്ക്കറ്റും ഒരു ട്രസ്റ്റിൻ്റെ വക കൊടുക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർക്ക്. പക്ഷെ ഞാൻ അമ്മയ്ക്ക് അവിടെ നിന്ന് മേടിച്ചില്ല, കാരണം ബിസ്ക്കറ്റ് അത്രയ്ക്ക് വയറങ്ങോട്ട് ഇതാവില്ലല്ലോ. അപ്പോൾ പുറത്തുനിന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പോസിറ്റീവ് ഞാൻ കണ്ടു. മെഡിക്കൽ കോളേജിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ജനങ്ങളാണ് ഓരോ ഡേയും. പക്ഷേ എനിക്ക് തോന്നിയ കാര്യം, ഒരു ബോക്സിലാണ് ബിസ്ക്കറ്റൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൈയിട്ട് എടുക്കണം. അതെല്ലാവരും കൈയിടുന്ന സമയത്ത് എല്ലാവരും കൈ അതിൽ വരെയല്ലേ. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ വേറെ ഇതൊന്നുമില്ല, ഒരാൾ നിൽക്കേണ്ടി വരുമല്ലോ. അപ്പം വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. വല്ല മെഷീനും കാര്യങ്ങളൊക്കെയാണ്. ഒരു സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ബിസ്ക്കറ്റും ചായയൊക്കെ കിട്ടുകയാണ് സുഖമായിരുന്നു. അപ്പം അങ്ങനത്തെ ഫെസിലിറ്റി ഇല്ലല്ലോ. അങ്ങനെ ഒരു ടാബ്ലറ്റ് കിട്ടിയില്ലായിരുന്നു. അപ്പം ഞാൻ പുറത്ത് നമ്മുടെ ആശ്വാസത്തിൽ ആനിയൻ്റെ അടുത്ത് പോയി വാങ്ങി. പിന്നെ അഹിമോന് പ്ലേറ്റും പിന്നെ ഗ്ലാസ്സൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു സ്കൂളിലേക്ക്. അപ്പം ഉള്ളതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ ഓട്ടോ കയറ്റി വിട്ടു. അതിന് ശേഷം ഞാൻ അതൊക്കെ വാങ്ങിയതിന് ശേഷമാണ് വീട്ടിൽ പോയത്. അപ്പോൾ ഓക്കെ, ബൈ.